അപ്പോൾ നമ്മൾ എന്താ പരിപാടി? ഒരു ഫുൾ ഒട്ടകത്തിനെ റോസ്റ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 100-300 കിലോയുടെ മുകളിലുള്ള ഒരു ഒട്ടകം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് വേണം നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓ എന്താ കൊഴുപ്പില്ലൊരു സാധനം. ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ആദ്യം കഴുത്തന്നെ കണ്ടിച്ചെടുക്കാം അല്ലേ. ഇതാണ് ഒരു റിസ്കിൽ ഇവിടെ നിൽക്കുന്നത് അല്ലേ. എന്താ കൊഴുപ്പ്. ഒട്ടകം പറഞ്ഞ ഒരു സംഭവം ഉണ്ടാ. കൊഴുപ്പ് നോക്ക്. എന്താ കൊഴുപ്പില്ല ബേബി. സംഭവം ഇത് ഇറക്കിയിട്ടാണ്. ഇറച്ചിൻ്റെ കളിയിലെ ഓക്കെ ഉള്ളി വെച്ചു കൊടുക്കാം. ഇറച്ചി ആദ്യം തട്ടാ. നമുക്ക് ഇനി മസാല കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടി. എന്തിനാണ് മഞ്ഞൾപ്പൊടി ആദ്യം? അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഈ ടേസ്റ്റി ഫുഡിൻ്റെ മസാല മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. കാരണം എന്താ പറയുക, ഇത് നല്ല ഫ്രഷ് മസാലയാണ്, വലിയ മായങ്ങളൊന്നും ഇല്ലാത്ത മസാല ആയതുകൊണ്ട് ഇതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി കേട്ടോ. മല്ലിപ്പൊടി, ഇതിൻ്റെ മല്ലിപ്പൊടിയൊക്കെ സൂപ്പർ കേട്ടോ. ഇതിൻ്റെ നല്ല മണമുള്ള മല്ലിപ്പൊടിയുടെ ടേസ്റ്റ്. ഗരം മസാല, കുരുമുളക് പൊടി കേട്ടോ, കുറച്ച് ഇഞ്ചി അരച്ചത്, കുറച്ച് വെളുത്തുള്ളി അരച്ചത്, കുറച്ച് പെരുംജീരകം പൊടിച്ചത്. എന്താ മണമല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക്. കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്,
ഉപ്പ് വരെയും ടേസ്റ്റി ഫുഡ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ തന്നെ നല്ല നാച്ചുറൽ വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ എണ്ണ കൂടുതൽ ഒഴിക്കില്ല, മതി. ഇത് നല്ല നെയ്യുണ്ട്. വിറക് നല്ല പൂളി പറയില്ല, നല്ല രസമിട്ടാ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ പറയാം. ഒട്ട പോണ സാധനം വേവില്ല. അല്ലേ മല്ലിയില അതിന് ആറുമ്പോൾ തിക്കായിക്കോളൂ അല്ലേ? എന്താ നമ്മൾ കറി നല്ല അടിപൊളി പോസ്റ്റല്ലേ? ബേസും വലുതായി പോയി. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കഴിച്ചോളേ, നിങ്ങൾക്ക് നോക്കിയിരുന്നിട്ട് പൊറോട്ട എടുക്കാൻ കഴിക്കാം. ശരിക്കും പൊറോട്ടയല്ല ഇത് കഴിക്കേണ്ടത്, കുബൂസ് കഴിക്കണം. കുബൂസ് കഴിക്കണം. ഇവിടെ ഈ നാട്ടിൽ വന്ന് നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ അത് ഒട്ടകത്തിൻ്റെ ഇവിടെ. അതെ. അപ്പോൾ മോനെ ഒട്ടകമൊക്കെ പഞ്ഞു പോലെ ആയിരുന്നു കേട്ടാ. ഇതിൽ ഗ്രേവിയൊക്കെ മുട്ടിട്ടില്ല. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. മസാലയൊക്കെ സൂപ്പർ. മസാല സൂപ്പർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. നമ്മൾ ഉപയോഗിച്ച മസാല അടിപൊളിയാണ്. നമ്മൾ ടേസ്റ്റ് ഫുഡില്ലല്ലോ. ഞാൻ നമ്മളെപ്പോഴും വന്നാൽ ഇവിടെ ഒന്ന് ഉപയോഗിക്കണം പറയാം. അതിന് മസാല സൂപ്പറാണ്. അത് ഞാൻ ഫാക്ടറി പോയി കണ്ടിട്ടുള്ളതാണ്. നല്ല വൃത്തി നീട്ടും. ആ മസാലയുടെ ഗുണം നമുക്ക് ഇതിലറിയുന്നുണ്ട്. നാടൻ കറി, നാടൻ കറി, നാടൻ ശരി പറഞ്ഞാൽ എന്താ പറയാ, ഈ ഒട്ടകം മട്ടൻ പോലെ ആയി. ഒട്ടകം ശരിക്കും പറഞ്ഞാൽ മാറി നിൽക്കും. അല്ല, നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ടേസ്റ്റേ പറ്റുള്ളൂ. അറബിക് സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അറബിയും ഒട്ടകവും ഉപ്പൂസും പിന്നെ ഞാനും പിന്നെ നമ്മൾ നല്ലോണം ബന്ധിന് പോളി. അങ്ങോട്ട് പോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നമ്മൾ അടിപൊളി. കുട്ടികൾക്ക് വരുന്നത് പറഞ്ഞിട്ടും പിന്നെ നമ്മളുണ്ടല്ലോ ഒട്ടകത്തിൻ്റെ കറി കൊണ്ട് ഇറച്ചി കൊണ്ട് കളിയാണ് ഇവിടെ. നമുക്ക് ഇവിടുത്തെ ലേബർ ക്യാമ്പിനോ ഇവിടെ കൊണ്ട് കൊടുക്കാം നമുക്ക്. അതൊന്നും ഞങ്ങൾ വീഡിയോ ഒന്നും ഇല്ല ചേട്ടാ. 100-150 കിലോ ഉണ്ട്. 100-150 ഇറച്ചിയുണ്ട്, പിന്നെ അതുപോലെ ഗ്രേവി ഉണ്ട്. നമ്മുടെ ഉരുളിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പാർസലാക്കി നമുക്ക് കൊണ്ട് കൊടുക്കാം. സംഗതി എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മൾ ഇത്തിരി എരിവൊക്കെ ഇച്ചിരി കുറച്ചാണ് അല്ലേ? കാശ്മീരി ചില്ലി ഇട്ടിട്ട് മറ്റു മുളക് പൊടി കുറച്ചാണ് കേട്ടോ. സംഭവം ടേസ്റ്റാണ്. രമേശ് ഭായ് കഴിച്ചേ പൊറോട്ട? परोठा मियाँ मियाँ പൊറോട്ട മിയാ മിയാ. वो करी कैसा है? करी कैसा करी कैसा है? कैमल कैसा है? करी कैसा है? उंडा कम करी अच्छा है ऊंड ऊंड ഒട്ടകം മലബാരി മാലൂം है? हाँ थोड़ा थोड़ा मियाँ मियाँ. हेलो.
അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ ഇതിന് പാർസലാക്കിയിട്ട് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞാൽ നടക്കൂല, ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് നമുക്ക്. അപ്പോൾ യുഎയിൽ വന്ന് നമ്മൾ ഒട്ടകത്തിനല്ലേ അല്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കി ഇത് കഴിച്ചിട്ട് ഒട്ടകമാണെന്ന് പറയുകയാണെങ്കിൽ 3 ദിവസം എടുക്കും കണ്ടുപിടിക്കണേട്ടോ അല്ലേ? നമ്മൾ പറയണം ഒട്ടകമാണെന്ന് കേട്ടോ. ആ രീതിയിൽ നമ്മുടെ മസാലകൾ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേ കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചാൽ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.